TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചത് ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയം സ്വർഗത്തിലെ പുസ്തകങ്ങൾ. മലാക്കി 3-ാം-16 വാക്യം. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. സ്മരണ പുസ്തകം, ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ പേരാണ് സ്മരണ പുസ്തകം. അതായത് ദൈവസന്നിധിയിലുള്ള ചില പുസ്തകങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. അതിലൊന്നാണ് സ്മരണ പുസ്തകം. നീതിമാന്മാർ തമ്മിൽ സംസാരിച്ചു, അത് ദൈവം ശ്രദ്ധ വെച്ചു കേട്ടു എന്നാണ് നമ്മളിപ്പോൾ വായിച്ചത്. നാം പലപ്പോഴും സംസാരിക്കുമ്പോൾ ഓർക്കത്തില്ല ഞാൻ എന്താണ് സംസാരിക്കുന്നത്, എവിടെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, അതൊന്നും നമ്മൾ ചിന്തിക്കത്തുമില്ല, വിചാരിക്കത്തുമില്ല. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, നമ്മൾ എന്ത് സംസാരിച്ചാലും കർത്താവ് അത് അവിടെ സ്മരണ പുസ്തകത്തിൽ എഴുതി വയ്ക്കും. കേൾക്കുക മാത്രമല്ല, എഴുതി വയ്ക്കുകയും കൂടെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേൾക്കുന്ന നിസ്സാര വാക്കിന് നമ്മൾ പറയുന്ന ഓരോ നിസ്സാര വാക്കിന് പോലും നമ്മൾ ദൈവത്തിന് കണക്ക് കൊടുക്കണം. നമ്മൾ ഓർക്കും, ഓ നമ്മൾ അത് പറഞ്ഞു, അത് സാരമില്ലെന്ന് നമ്മൾ ഓർക്കും. നമ്മുടെ ഒരു നിസ്സാര വാക്കിന് പോലും നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? കണക്ക് കൊടുക്കണം എന്ന് തിരുവചനം പറയുന്നു. സാലിക്കുട്ടിയല്ല പറയുന്നത്, തിരുവചനം പറയുന്നു. നമ്മൾ വായിച്ച ഭാഗത്തെ വെറും കേൾക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. കർത്താവ് അവിടെ എഴുതി വയ്ക്കുന്നു. എഴുതി വെക്കാനായിട്ട് ആൾക്കാരെ, ധാരാളം ദൂതന്മാരവിടെ ഉണ്ട്. അവരെ എഴുതി വെക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ ദൈവം കേൾക്കുക മാത്രമല്ല, അവിടെ സ്മരണ പുസ്തകത്തിനകത്ത് എഴുതി വയ്ക്കുന്നു എന്നാണ്. അത് കേൾക്കുക മാത്രമല്ല, സ്മരണ പുസ്തകത്തിൽ എഴുതി വെച്ചു എന്നാണ് നാം കാണുന്നത്. നാം കള്ളം പറഞ്ഞാലും കള്ളസാക്ഷി പറഞ്ഞാലും എന്തു പറഞ്ഞാലും അവിടെ ദൈവം എഴുതി വച്ചിരിക്കുകയാണ്. അതായത് നമുക്കതിനെപ്പറ്റി സ്വല്പം ചിന്തിക്കാം. എഴുതി വയ്ക്കുന്നു എന്ന് ഓർത്ത് നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. അതായത് അപ്പോസ്തലപ്രവൃത്തി 5-ാം-അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചു നോക്കിക്കോ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതും അനേക പാസ്റ്റർമാരുടെ വായിൽ നിന്നും കേൾക്കുന്നതും തിരുവചനത്തിൽ കൂടെ നിങ്ങൾ വായിച്ചിട്ടുള്ളതുമായ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് അനന്യാസ് സഫീറയ്ക്കും കുറേ നിലമുണ്ടായിരുന്നു, കുറച്ച് നിലമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ കൂടി ആലോചിച്ച് അത് വിൽക്കാനായിട്ട് തീരുമാനിച്ചു. വിറ്റ് രൂപ കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു? രണ്ടുപേരും കൂടെ ആലോചിച്ച് കുറേ രൂപ എടുത്ത് പാത്ത് വെച്ചു. ബാക്കി രൂപ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച ഉടനെ പത്രോസ് ചോദിക്കുന്നു, അനന്യാസേ, നീ ഇത്രയ്ക്ക് മാത്രമാണോ നിന്റെ നിലം വിറ്റത്? ഔതു, ഞാൻ ഇത്രയ്ക്കാണ് വിറ്റത് എന്ന് അനന്യാസ് പറഞ്ഞു തീർന്ന ഉടനെ അനന്യാസ് താഴെ വീണ് മരിച്ചുപോയി. കുറേ ആൾക്കാരുകൾ എപ്പോഴും ഇവരുടെ കൂടെ കാണും. നമ്മുടെ കൂടെ നമ്മൾ വേലയ്ക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ കാണുമല്ലോ നമ്മുടെ യൗവനസ്ഥ മക്കൾ. അതുപോലെ ഇവരുടെ കൂടെയും അനേക യൗവനസ്ഥ മക്കളുണ്ടായിരുന്നു. അവരുടനെ കയറി വന്ന് തുണി ചുറ്റി, അവരുടെ ഭാര്യയോട് പറഞ്ഞില്ല, മക്കളോട് പറഞ്ഞില്ല, റിലേഷനോട് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, കൊണ്ടുപോയി കുഴി വെട്ടി കുഴിച്ചിട്ടു. ഒരു മനുഷ്യനെ പട്ടിയെ കൊണ്ട് കുഴിച്ചിടുന്ന പോലാണ് കുഴിച്ചിട്ടത്. ഒരു ആരാധനയില്ല, പ്രാർത്ഥനയില്ല, യാതൊന്നുമില്ല. കാരണം നമ്മൾ ഓരോരുത്തരും കള്ളം പറയരുത്. അവന് പറയാമായിരുന്നു, അവൻ്റെ സ്ഥലമാണ്, വേറെ ആരുടെ സ്ഥലമല്ല, അവൻ്റെ സ്ഥലമാണ്. അവന് പറയാമായിരുന്നു, ഞാൻ കുറച്ച് രൂപ എടുത്തു വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടമോ രോഗമോ വന്നാൽ അതിനു വേണ്ടി കുറച്ച് രൂപ എടുത്തു വെച്ചിട്ടുണ്ട്, ബാക്കി രൂപയാണ് ഇവിടെ കൊണ്ടുവന്നെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. അവൻ കള്ളം പറഞ്ഞു. പ്രിയ മക്കളെ, കള്ളം പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. കള്ളം സാത്താൻ്റെ തന്തയാണ് കള്ളത്തിൻ്റേത്. കള്ളം ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. വായിൽ എന്തെങ്കിലും അപ്പിത്തപ്പി പറഞ്ഞെങ്കിൽ
ദൈവത്തോട് ക്ഷമ ചോദിക്കണം. കർത്താവെ, ഞാൻ പറഞ്ഞു തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് നമ്മൾ അന്നേരം മാപ്പ് ചോദിക്കണം. പറഞ്ഞ ആളിനോടും മാപ്പ് ചോദിക്കണം. ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ കള്ളവാ പറഞ്ഞത്, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ലെന്ന് നമ്മൾ തീരുമാനമെടുക്കണം. അതുപോലെ തന്നെ ഇവൻ വന്നിട്ട് 3 മണിയായപ്പോൾ ഭാര്യ ഇവനെ തിരക്കി വന്നു, എന്തോ ഇവിടോട്ട് വന്നു. ഉടനെ പത്രോസ് ചോദിച്ചു, സബീരെ, ഇത്രയ്ക്കായി നിങ്ങൾ നിലം വിറ്റോന്ന്? ഔതു, ഞങ്ങൾ ഇത്രയ്ക്ക് നിലം വിറ്റോന്ന് അവളും കള്ളം പറഞ്ഞു. ഉടനെ പറഞ്ഞു, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ട് അവരുടെ കാലിവിടെ തന്നെ നിപ്പുണ്ട്, നിന്നെ ഇപ്പോൾ അവർ കൊണ്ടുപോയി കുഴിച്ചിടുമെന്ന് പറഞ്ഞു തീരുന്ന മുമ്പേ അവളും എടുത്തടിച്ച് താഴെ വീണ് മരിച്ചുപോയി. അവളെയും കൊണ്ടുപോയി അവർ അങ്ങനെ അടക്കം ചെയ്തു. പ്രിയ സഹോദര സഹോദരി, നമ്മൾ എന്തു ചെയ്യണം? ഒരിക്കലും കള്ളം പറയുന്നവരാകരുത്. നമ്മൾ ദൈവത്തോട് ക്ഷമയോക്കണം. ആ ഭൂമി അവരുടേതായിരുന്നു, അവർ പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ കുറച്ച് രൂപ എടുത്ത് വെച്ചിട്ടാണ് ബാക്കി രൂപ കൊണ്ട് തന്നത്, ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണം എന്നങ്ങ് സത്യം പറഞ്ഞാൽ മതിയായിരുന്നു. കള്ളം പറഞ്ഞു. അതുകൊണ്ട് അവർ രണ്ടുപേരും എന്തു ചെയ്തു? മരിച്ചുപോയി. പ്രിയ മക്കളെ, അതിന് നമുക്കൊരിക്കലും ഇടയാകരുത്. ഇനി ഒരു വാക്യം നമുക്ക് നോക്കാം. സങ്കീർത്തനം 130-16 വാക്യം. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാടുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാനൊരു മാംസപിണ്ഡമായിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കണ്ണ് നമ്മളെ കണ്ടു. അന്ന് മുതൽ മരണം വരെയുള്ള ദിവസം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. നമ്മൾ ആരാകണമെന്നും എവിടെ പോകണമെന്നും എങ്ങനെയാകണമെന്നും എല്ലാ വിവരങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നടക്കുന്നോ അതെല്ലാം കർത്താവിൻ്റെ പുസ്തകത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? മരണ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ദൈവത്തിന് പ്രയോജനമുള്ള മക്കളായി, ദൈവത്തിന് അനുയോജ്യമായ മക്കളാക്കി നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. നമ്മൾ കള്ളും സുള്ളും താരാത്തകടിയും കെട്ടക്കൽസകളും ഒന്നും ചെയ്ത് ജീവിക്കരുത്. എപ്പോഴും ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ ആരാധിച്ചും ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം കാണുക തന്നെയല്ല, ദൈവം ഈ സ്മരണ പുസ്തകത്തിനകത്ത് എഴുതി വയ്ക്കുന്നു ഞങ്ങളുടെ ഓരോ കാര്യമെന്നും നിങ്ങൾ ഓർത്തോണം. അങ്ങനെ നമ്മൾ അത് മറന്ന് നമ്മൾ മനസ്സ് വന്ന പോലെ ജീവിച്ചാൽ നമ്മുടെ ഗതി നിത്യ നരകമാണ്. ഇനി ഒരു വാക്യം നമുക്ക് നോക്കാം. ഇനിയൊരു പുസ്തകം, ന്യായവിധിയുടെ പുസ്തകം, ദാനിയേൽ 7-10 വാക്യം. ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. അതിന് ബന്ധപ്പെട്ട ഒരു വാക്യം നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 5-10 വാക്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നിങ്ങളിതെല്ലാം എഴുതിയിട്ട് വായിച്ചു നോക്ക്, ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും അനുഗ്രഹിക്കും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാവുന്നു. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, നമ്മൾ എല്ലാവരും കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ, ഈ ലോകത്തിലെ നമ്മൾ തെറ്റ് ചെയ്താൽ ഒരു ജഡ്ജിയുടെ മുമ്പിൽ പോയി നിൽക്കണം. നിന്നാലും കള്ളസാക്ഷികളും രൂപയും ഉണ്ടെങ്കിൽ ആ കേസുകളെല്ലാം തകിടം മറിച്ച് ജയിപ്പിച്ചു തരും. എന്നാൽ നമ്മുടെ കർത്താവ് നീതിയുള്ള ന്യായാധിപതിയാണ്. അവന് കൈക്കൂലി വേണ്ട, അവന് ലഞ്ച വേണ്ട, അവന് യാതൊന്നും വേണ്ട. അവൻ നീതിയുള്ള ന്യായാധിപതി. നമ്മളെല്ലാവരും ആ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കണമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നമ്മൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഏത് ജാതി ആയാലും ഏത് കുലമായാലും ചെറിയവരെന്നില്ല വലിയവരെന്നില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായാധിപതിയായ ക്രിസ്തുവാണ് നമ്മുടെ ന്യായാധിപതി. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ആ പുസ്തകത്തിലെല്ലാം എഴുതിയിരിക്കുന്നത്
അനുസരിച്ചാണ് ന്യായം വിധിക്കുന്നത്. അവിടെ മുഖപക്ഷമില്ല. ന്യായം വിധിക്കുന്നത് അവിടെ മുഖപക്ഷമില്ല, കൈക്കൂലിയില്ല. നമ്മുടെ കർത്താവ് നീതിയുള്ള ന്യായാധിപതി. തനിക്ക് നീതിക്കനുസരിച്ച് ന്യായം വിധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ വളരെ ദൈവത്തിന് പ്രയോജനമുള്ള മക്കളായിട്ട് നമ്മൾ ജീവിച്ചാൽ നല്ലതാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുപോലെ തന്നെ വെളിപ്പാട് 3:5 വാക്യവും, ഞാൻ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. മൂന്നാമത്തേത് ജീവപുസ്തകം. രണ്ടാമത്തേത് എന്തായിരുന്നു? ന്യായവിധിയുടെ പുസ്തകം. അതിനകത്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന അന്ന് വരെയുള്ള വിവരങ്ങൾ എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. ആ ന്യായപുസ്തകം തുറന്ന നമ്മുടെ ന്യായാധിപതി നമുക്ക് ഓരോരുത്തർക്കും ശിക്ഷ വിധിക്കുന്നത്. നല്ലത് ചെയ്തവർക്ക് നല്ലത്, കെട്ടത് ചെയ്തവർക്ക് കെട്ടതായിട്ടുള്ള ന്യായവിധി. അതേസമയം പിന്നുള്ളത് മൂന്നാമത്തേത് ജീവപുസ്തകം. വെളിപ്പാട് 3:5, അവൻ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവർ വെള്ളയുടുപ്പ് ധരിക്കും, അവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേര് ഏറ്റുപറയും. കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ യോഗ്യന്മാരായി വിശുദ്ധിയിൽ ജീവിക്കുന്നു. കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ് യോഗ്യന്മാരായി വിശുദ്ധിയിൽ ജീവിക്കുന്നവർ. യോഗ്യന്മാർ, അങ്ങനെ ജീവിക്കുന്നവർ ആരാണ്? യോഗ്യന്മാരാണ്. അവരുടെ പേര് മായ്ച്ചു കളയാതെ ജീവൻ്റെ പുസ്തകത്തിൽ മായ്ച്ചു കളയാതെ പിതാവിൻ്റെ മുമ്പിലും ദൂതന്മാരുടെ മുമ്പിലും ഏറ്റുപറയും. നമ്മളിന്ന് സഭയുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും ദൈവത്തെ സാക്ഷിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ കാര്യവും സാക്ഷിക്കും. എവിടെയാണ് സാക്ഷിക്കുന്നത്? ദൈവത്തിൻ്റെ മുമ്പിലും ദൂതന്മാരുടെ മുമ്പിലും. നമ്മളിവിടെ സാക്ഷീകരിക്കണം. സഭയുടെ മുമ്പിലും നമ്മുടെ ജനങ്ങളുടെ മുമ്പിലും നമ്മൾ ദൈവത്തെ സാക്ഷിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ കാര്യം യഥാർത്ഥമായിട്ടും പറയും. അവൻ എൻ്റെ മകളാണ്, അവൻ എൻ്റെ മകനാണെന്ന്. ഇല്ല എങ്കിൽ എനിക്കവനെ അറിയത്തില്ല, അവൻ ആരാണെന്ന് പോലും അറിയത്തില്ല, അവൾ ആരാണെന്ന് പോലും അറിയത്തില്ല എന്ന് കർത്താവ് തന്നെ പറയും. വെളിപ്പാട് 13:8 വാക്യം, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ഏതിനെ നമസ്കരിക്കും? ഒരു മൃഗത്തെ. അതായത് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർ ആ മൃഗത്തെ നമസ്കരിക്കും. പേരുള്ളവർ ആരും നമസ്കരിക്കത്തില്ല. നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്ത് നോക്ക്. എൻ്റെ പേര് എൻ്റെ കർത്താവിൻ്റെ ജീവപുസ്തകത്തിൽ ഉണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്ക്. അതുപോലെ തന്നെ നമ്മളെ കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുക. അവൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെടുക. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേര് എപ്പോഴും ജീവൻ്റെ പുസ്തകത്തിൽ കാണപ്പെടും. കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിച്ച് അവൻ്റെ രക്തത്തല്ലി കഴുകപ്പെട്ട് ദാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ബലവും നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരും ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവർ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ കാണപ്പെടും, ജീവൻ്റെ പുസ്തകത്തിൽ. അതുപോലെ തന്നെ വെളിപ്പാട് 21-8 വാക്യം, മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ഒരു മരണമുണ്ട്. അത് എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം വിടുന്ന മരണം. എന്നാൽ രക്ഷിക്കപ്പെടാത്തവർക്ക് 2 മരണമുണ്ട്. അതാണ് തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്ന നിത്യമരണം. നമ്മൾ ദൈവത്തെ കണ്ട് ദൈവമകളായി ജീവിച്ച് ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മരണമേ ഉള്ളൂ. അതായത് നമ്മുടെ ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുന്ന മരണം. ആത്മാവ് ദൈവസന്നിധിയിൽ പോകും, നമ്മുടെ ശരീരം ഭൂമിയിൽ ഡബൻ മാറും. അതേസമയം
കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിക്കാതെ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാതെ ദൈവത്തെ പഴിച്ചും ദുഷിച്ചും എങ്ങനെയൊക്കെയോ ജീവിക്കുന്നവർക്ക് അവർക്ക് രണ്ട് മരണമുണ്ട്. ആ മരണം ഒന്ന് ശരീരവും ആത്മാവും തമ്മിൽ വിടുന്ന മരണം, രണ്ടാമത്തെ മരണം തീപ്പൊയ്ക. അങ്ങനെ രണ്ട് മരണം അവർക്കുണ്ട്. ഇതിലേത് വേണം നിങ്ങൾക്കെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. അതുപോലെ തന്നെ വെളിപ്പാട് 21 അധ്യായം 27 വാക്യം, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും പോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയില്ല. എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പരിശുദ്ധമായി ജീവിച്ച് ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർ മാത്രമേ അവിടെ പ്രവേശിക്കുകയുള്ളൂ. അതായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ് ധനവാന്റെയും ലാസറിൻ്റെയും ചരിത്രം. ധനവാൻ അവൻ ധൂമ്രവർണ്ണമുള്ള വസ്ത്രമെല്ലാം ധരിച്ച് ഭയങ്കര കുതിരയുടെ മേലെ സവാരി ചെയ്ത് അവൻ ഒരു ദിവസം പോലും മേളിലോട്ട് നോക്കിയിട്ടില്ല. എൻ്റെ ദൈവത്തെ അവൻ കണ്ടിട്ടുമില്ല, ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അവന് ശ്രദ്ധിച്ചിട്ടുമില്ല. അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ ജീവിച്ച ഒരു വ്യക്തിയാണ് ധനവാൻ. ലാസർ അവൻ പാവപ്പെട്ട ഒരു വ്യക്തി. അവിടെ ഇവിടെയും പോയി എല്ലാം ഭിക്ഷ മേടിച്ച് എല്ലാം വന്ന് ആ ധനവാൻ്റെ ഗേറ്റ് അത്ര ഇരിക്കുമായിരുന്നു. അവൻ്റെ കാലേ കൂടെ എല്ലാം ചൊറിയും ചരങ്ങും വന്ന് പഴുപ്പും ചോരയും അവൻ്റെ കാലേ കൂടെ ഒഴുകുകയാണ്. ആ ഒഴുകുന്നതെല്ലാം റെഡി ചെയ്യാനായിട്ട് ഒരു ഡോക്ടർ വരും. ആ ഡോക്ടറാണ് നമ്മുടെ നായ്. ആ നായ് വന്ന് നാക്കുകൊണ്ടെല്ലാം നക്കി ക്ലീൻ ചെയ്ത് അവന് ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ അവൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, അതിൽ തിന്ന് മതിയാക്കുന്നത് ബാക്കി എന്തെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെന്ന് വിചാരിച്ചിട്ടുണ്ട് ലാസർ. പക്ഷെ അതുപോലും അവനെ ആരും കൊടുക്കാനില്ലായിരുന്നു. അവനങ്ങനെ ഒരു ദിവസം മരിച്ചുപോയി. മരിച്ചപ്പോൾ അവൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകാൻ പോലും അവിടെ ആരുമില്ല. ഒടുവിൽ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് അവൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയി ഒരു കുഴി കുഴിച്ച കുഴിയിലിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഐശ്വര്യവന്തനും മരിച്ചു, ഈ ധനവാനും മരിച്ചു. അവൻ്റെ മരിച്ച സമയത്ത് കരയാൻ ഭയങ്കര ഒരു സെറ്റ്, ഭയങ്കര വാൻറ്റും മേളവും ഊതുവാനും എല്ലാം അടിക്കുവാനും എല്ലാമായിട്ട് ഒരു സെറ്റ്, ഡാൻസിനും കൂത്തിനുമായി ഒരു സെറ്റ്. ഇങ്ങനെ വേക്കോദിഷ്ട ജനം. ധനവാൻ മരിച്ചപ്പോൾ അവൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര വാൻറ്റുമേളത്തോടുകൂടെ കൊണ്ടുപോയി അവൻ്റെ ശരീരം കുഴിച്ചിട്ടു. പ്രിയ മക്കളെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, അവൻ്റെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോയി. ആ പാവപ്പെട്ട ലാസറിൻ്റെ ആത്മാവ് അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് പോയി. ശ്രദ്ധയിട്ട് കേട്ടോണം, നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ അനുഭവത്തിൽ അത് ചിന്തിച്ചു നോക്കണം, അനുഭവത്തിൽ നമ്മളത് അറിഞ്ഞിരിക്കണം. നമ്മുടെ ജീവിതത്തിലും നമ്മളെപ്പോഴും പാവങ്ങളെ നോക്കുകയും പാവങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാം കൊടുക്കണം. നിങ്ങൾക്ക് 10 ഡ്രസ്സുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് ആ പാവപ്പെട്ട സ്ത്രീക്ക് കൊടുക്കുക. അവിടെ മകളുടെ കല്യാണം നടത്താൻ രൂപയില്ലാതെ അവർ കരയുന്നു, വീട് പണി പൂർത്തിയാക്കാൻ നിവൃത്തിയില്ലാതെ കരയുന്നു. നീ ചാക്കിനകത്ത് രൂപ കെട്ടി അവിടെ ഇവിടെ ഇട്ടിരിക്കുകയാണ്. ബാങ്ക് മുഴുവൻ രൂപയാണ്. ഇപ്പോൾ ബാങ്കിൽ അധികം ഇടാനും ഭയപ്പെടുന്ന ആൾക്കാർ. ഏത് സമയത്താണ് ഇവർ പിടിക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ MLA ആയിരുന്ന വ്യക്തിയെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ സ്വർണം, കേജി സ്വർണം, ചാക്ക് തുമ്പിയാണ് അവൻ്റെ വീട്ടിൽ നിന്ന് രൂപ എടുത്തത്. പാവങ്ങളുടെ കയ്യിൽ നിന്നും അവന് എന്തെങ്കിലും ആ പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കണേ, അവരുടെ കയ്യിൽ നിന്നും കൈക്കൂലി മേടിക്കുമായിരുന്നു. മേടിച്ചാണ് ആ പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത്. ഞങ്ങൾക്കൊരു ശവക്കോട്ടയുണ്ട്, 2.5 ഏക്കറാണ്. കുറേ ആൾക്കാരും അവനും കൂടെ കൂടി ആ ശവക്കോട്ടയുടെ പകുതിയോളം പിടിച്ചെടുക്കാനായിട്ട് അവൻ ശവക്കോട്ടയിൽ വന്നു. ഇവിടെ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞു. ഉടനെ എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ സമാധിയുടെ സ്ഥലമാണ്, ഇവിടെ യാതൊന്നും നിങ്ങൾ പ്രവർത്തിക്കാൻ പറ്റത്തില്ല, യാതൊരു നല്ല കാര്യവും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവൻ വലിയ ആളല്ലേ. അവനുടനെ
ഉടനെ അവൻ്റെ കൂടെ ഉള്ളവരെല്ലാം, ഓ, എം പിയോട് സംസാരിച്ച കണ്ടില്ലേ, എം പി അല്ല മന്ത്രിയാന്ന് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറയും, ആരാണെന്ന് പറഞ്ഞാലും നീതിക്കും ന്യായത്തിനുമേ ഞങ്ങൾ കൂട്ടം നിൽക്കത്തുള്ളൂ, അന്യായത്തിന് ഞങ്ങൾ കൂട്ടം നിൽക്കത്തില്ല. അവൻ എൻ്റെ ശവക്കോട്ടെ കാലിട്ടു. വിറ്റേ ദിവസം അവനെ പിടിച്ച് കൊണ്ടുപോയി ജയിലിലിട്ടു. അവൻ്റെ രൂപായും അവൻ്റെ സാധനങ്ങളും എല്ലാം ജനങ്ങൾ ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോയി. പ്രിയ സഹോദര സഹോദരി, നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം ദൈവത്തിനും മനുഷ്യർക്കും നിരക്കാത്തതൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്താലും ദൈവസന്നിധിയിൽ ഒരു നന്മയായിട്ടും മാത്രമേ നമ്മൾ ചെയ്യാവൂ. നമ്മൾ വേറെ ഒന്നിനും പോകരുത്. അങ്ങനെ ധനവാനും ലാസർ അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്നു. ഈ ധനവാൻ എവിടെ കിടക്കുന്നു? ഈ തീക്കകത്ത് കിടക്കുന്നു. അവൻ അന്നാണ് അവൻ മേളിലോട്ട് നോക്കുന്നത്. പന്നിയെ കട്ട് ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴാണ് പന്നി മേളിലോട്ട് നോക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ആ ധനവാനന്ന് നോക്കിയത് അന്നാണ് മേളിലോട്ട് നോക്കിയത്. മേളിലോട്ട് നോക്കിയപ്പോൾ അവൻ്റെ പടിവാതിലിരുന്ന ലാസർ എവിടെ ഇരിക്കുന്നു? അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്നു. അവൻ്റെ കൈ കൊണ്ട് ഒരു തൊട്ട് വെള്ളം എൻ്റെ വായിൽ തരാൻ പറയുന്നു. അവൻ്റെ വാതിലിൽ എത്ര ദിവസം ഇരുന്നു. അവന് ഒരു നേരത്തെ ആഹാരം അവന് കൊടുത്തില്ല, ഒരു ശകലം പോലും വെള്ളം പോലും അവന് കൊടുത്തില്ല അവൻ്റെ കൈ കൊണ്ട്. എന്നിട്ട് അവനെ പറഞ്ഞു വിട്ട് അവൻ്റെ സഹോദരങ്ങളോടെല്ലാം ഇങ്ങനത്തെ സംഭവം നടക്കും, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ കാണണമെന്ന് പറയാൻ പറഞ്ഞു വിടുന്നു. അതിനെല്ലാം ഭൂമിയിൽ ആൾക്കാരുണ്ട്. അവനും നിൻ്റെ അടുത്തോട്ട് അവനും വരാൻ പറ്റത്തില്ല, ലാസറിന് വരാൻ പറ്റത്തില്ല, ലാസറിൻ്റെ അടുത്തോട്ട് നിനക്കും വരാൻ പറ്റത്തില്ല. ഭയങ്കര പിളർപ്പാണെന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മൾ പാവപ്പെട്ടവരായിരിക്കാം, നമുക്ക് പൈസ ഒന്നും ഇല്ലായിരിക്കാം, നമ്മൾക്ക് മതി, അന്നത്തേടം നടന്നാൽ മതി. ദൈവം അന്നത്തേടം നടത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. അതുപോലെ തന്നെ ഫിലിപ്പിയർ 4:17 ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, നമ്മൾ കൊടുക്കുന്ന കണക്ക് എഴുതി ഒരു ബുക്ക് അവിടെ ഉണ്ട്. ആ ബുക്ക് നമ്മൾ എന്ത് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നോ അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നോ അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ TV പ്രോഗ്രാമിന് എന്ത് ചെയ്യുന്നോ അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ദൈവനാമത്തിന് വേണ്ടി ചെയ്താലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം തരുന്നത്, നമ്മൾ ദൈവത്തിന് വേണ്ടി ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ കണക്കിൽ ഒന്നും കാണത്തില്ല, നമ്മുടെ കണക്കിൽ യാതൊന്നും കാണത്തില്ല, ഒരു പ്രതിഫലവും കിട്ടത്തുമില്ല, നമുക്കൊരു പ്രതിഫലവും കിട്ടത്തില്ല. അതുപോലെ നമ്മൾ അളക്കുന്ന അളവിനാൽ നമുക്കും അളന്ന് കിട്ടുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. അതുപോലെ തന്നെ 4:19 എൻ്റെ ദൈവമോ തൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം തീർത്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആരോടാ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിനു വേണ്ടി ചെലവഴിക്കുന്നവരോട് പറഞ്ഞിരിക്കുന്ന വാക്യമാണത്. ദൈവത്തിനു വേണ്ടി കൊടുക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തും ആയിരിക്കുന്ന മക്കളുമായിട്ട് നിൻ്റെ അടുത്ത് വരുന്നപ്പ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നിന്നെ സ്തുതിച്ചോ ആരാധിച്ചോ നിൻ്റെ വേല ചെയ്തും കർത്താവേ, ദൈവത്തിന് കൊടുത്തും കർത്താവേ, പാപങ്ങൾക്ക് വേണ്ടി കൊടുത്തും കർത്താവേ, ഞങ്ങൾ ജീവിക്കുന്നവരാക്കി തീർക്കണമേ അപ്പച്ച. കർത്താവേ അപ്പ, നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞാൻ ജയിലിൽ കടന്നു, നീ എന്നെ കാണാൻ വന്നോ എന്ന് ചോദിക്കുന്നു. ഞാൻ ആശുപത്രിയിൽ കടന്നു, നീ എന്നെ കാണാൻ വന്നോ എന്ന് ചോദിക്കുന്നു. കർത്താവേ, ഞാൻ വെള്ളവും ആഹാരവും ഇല്ലാതെ ഇരുന്നു, നീ എനിക്ക് ഭക്ഷിപ്പാൻ തന്നോ എന്ന് ചോദിക്കുന്നു.
കുടിക്കാൻ തന്നോ എന്ന് ചോദിക്കുന്നു. കർത്താവേ, ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നതിന് തുല്യമാണെന്ന് നീ പറഞ്ഞിരിക്കുന്നല്ലപ്പാ. കർത്താവെ, ആ വാക്യാനുസാരമാകി ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നവരാക്കി തീർക്കണമേ അപ്പച്ച. എത്രയോ ജനങ്ങൾ ICUയിലും വെന്റിലേറ്ററിലും കർത്താവെ കാലം കളയുന്നല്ലപ്പാ. അവരോട് നീ ഇടപെടണമേ. സത്യദൈവത്തെ കാണുവാന്, ജീവിക്കുന്ന ദൈവത്തെ കാണുവാന്, ആ കിടക്കയിൽ കിടന്ന് നിന്റെ മുഖത്തേക്ക് നോക്കുവാന് നീ ഇടയാക്കണമേപ്പാ. ആ ക്രൂശിനടിയിലേക്ക് വരുന്നവരാക്കി തീർക്കണമേപ്പാ. ജീവിക്കുന്ന അത്രയും കാലം നിനക്ക് വേണ്ടി ജീവിക്കും, മരിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി മരിക്കുമെന്ന് ഒരു തീരുമാനമെടുക്കുവാൻ ഓരോരുത്തരെയും നീ ഇടയാക്കണമേ കർത്താവേ. കൈവിടല്ലപ്പാ. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് യോശുവയോട് ചേർന്ന് പറയുവാൻ ഓരോരുത്തരെ നീ ഇടയാക്കണമേപ്പാ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നെന്ന് പറയുവാൻ നീ ഇടയാക്കണമേ. ഒരിക്കലും നശിപ്പാൻ നീ സമ്മതിക്കല്ലപ്പാ കർത്താവേ. എല്ലാ പാസ്റ്റർമാരെ, അച്ഛന്മാരെ, ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ. സുവിശേഷം 5 വൻകരയിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ അപ്പാ. ക്രിസ്തു വിരോധികളുടെ ഹൃദയത്തോട് നീ ഇടപെടണമേ കർത്താവേ. കൈവിടല്ലപ്പാ. എല്ലാവരും നിന്നെ സ്തുതിച്ചു ആരാധിച്ചും ജീവിക്കുന്ന മക്കളാക്കി തീർക്കണമേ കർത്താവേ. ബെങ്കികന്തുള്ള കരവളകെ കർത്താവേ, അപ്പ തീപ്പൊയ്കയില്ല തള്ളിവിടുവല്ലോ കർത്താവേ. തള്ളിവിടുവാൻ നീ വിടല്ലപ്പാ കർത്താവേ. എല്ലാവരും നിന്നെ കണ്ട് സ്വർഗരാജ്യത്തിന് അംഗമാക്കി തീർക്കണമേ അപ്പാ. കൈവിടല്ലപ്പാ യേശുവേ, നീ കൈവിടല്ലപ്പാ. ഒരിക്കലും നാശമായി പോവാൻ നീ വിടല്ലപ്പാ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ വിടല്ലപ്പാ. യേശുവേ, നിനക്ക് സ്തോത്രം. തന്തയെ, നിനക്ക് സ്തോത്രം അപ്പച്ച. അപ്പാ, വീട് പണി പൂർത്തിയാക്കാത്തവരുടെ വീട് പണി കർത്താവേ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ കർത്താവേ. നീ കൈവിടല്ലപ്പാ. കല്യാണം നടക്കാത്ത മക്കളെ കല്യാണം നടത്തി കൊടുക്കണമേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ കർത്താവേ. നീ കൊടുക്കണമേ. മക്കൾ നീ കൊടുക്കുന്ന ദാനമാണപ്പാ. മക്കൾ നിൻ്റേതാണപ്പാ. യേശുവേ, നിനക്ക് സ്തോത്രപ്പാ. നീ പ്രവർത്തിക്കണമേ, നീ പ്രവർത്തിക്കണമേ. കാൻസർ രോഗികൾ, പരാലിസിസ് രോഗികൾ കർത്താവേ, ഹാർട്ട് പേഷ്യൻ്റ്, ട്യൂമർ ഉള്ളവർ കർത്താവെ എല്ലാം നീ കാണുന്നുണ്ടല്ലോ കർത്താവെ. അപ്പാ, നീ പ്രവർത്തിക്കണമേ. നിൻ്റെ അത്ഭുതകരം പ്രവർത്തിക്കണമേ. നിൻ്റെ സ്വർഗീയകരം പ്രവർത്തിക്കണമേ. കൈവിടല്ലപ്പാ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഒരു സാക്ഷി പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇന്നലെ ആരാധനയെല്ലാം കഴിഞ്ഞ് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ആൻറ്റി വന്ന് എൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയുന്നു, എനിക്ക് പുറത്തു വേദനയാണ്, എനിക്ക് ഉരത്ത് വേദനയാണ്, എൻ്റെ മുട്ടിന് വേദനയാണ്, എനിക്ക് നല്ല വിശപ്പില്ല, ദാഹമില്ല. അവർ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നു. എനിക്ക് അന്നേരമേ അറിയാം. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ അവർ അടിച്ചു തല്ലി അവിടെ കടന്നു. അവിടെ കടന്നിട്ട് ഉരുണ്ട് ഞാൻ പൊക്കോളാമേ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും ചെയ്യത്തില്ല, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവരെ ഞാൻ കൈ കാണിച്ചിങ്ങനെ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അധികാരമുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവളെ വിട്ടുപോകും. ആ അമ്മ എഴുന്നേറ്റ് വരട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടേ അവർ ചാടി എഴുന്നേറ്റു. അവർ പറയുന്നു, ഞാൻ നല്ലതായമ്മ, എന്നിൽ നിന്നും എല്ലാ വേദനയും ഞാൻ പറഞ്ഞു, നീ എല്ലായിടത്തും ഞെക്കി നോക്കേ, മുട്ടി നോക്കേ, നീ നിൻ്റെ വേദനയെല്ലാം പോയെന്ന് നോക്കാൻ പറഞ്ഞു. എല്ലാം പോയെന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവത്തെ കഴിയാത്ത ഒന്നുമില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് ഫോൺ ചെയ്യേ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.